ദൈവവചനം വ്യക്തമായി നമ്മെ മുന്നറിയിപ്പ് നൽകുന്നു. മുഴുവൻ ലോകവും ദുഷ്ടന്റെ നിയന്ത്രണത്തിലാണ്. സാത്താൻ നിങ്ങളോട് പറയുന്ന ഏറ്റവും വലിയ കള്ളെന്താണ്? അത് ഇനിയും സമയം ബാക്കിയുണ്ട് എന്നതാണ്. നീ പിന്നീട് അതിനെക്കുറിച്ച് പരിഹരിച്ച. ഇപ്പൊ അത്രയും അടിയന്തരതയില്ല. ലോകം നമ്മെ ഒറ്റത്തവളയിൽ തന്നെ പിന്നോട്ട് വലിക്കാറില്ല. അതുകൊണ്ടാണ് നമ്മൾ എളുപ്പത്തിൽ വഞ്ചിക്കപ്പെടുന്നത്. ദൈനംദിന ധ്യാനം അവരുടെ അന്ത്യം നാശം, അവരുടെ ദൈവം അവരുടെ വയറാണ്, അവരുടെ മഹത്വം അവരുടെ ലജ്ജയിലാണ്, ഭൂമിയിലെ കാര്യങ്ങളിൽ മനസ്സിടുന്നവരാണ് അവർ. ഫിലിപ്പിയർ 3:19. ഈ ഗൗരവമുള്ള വാക്കുകൾ മുഖേന ദൈവവചനത്തിന്റെ അടിസ്ഥാനം മേൽ ജീവിതം പണിയാതെ സ്വാർത്ഥമായ ആഗ്രഹങ്ങൾക്കും ലോകീയ ചിന്തകൾക്കും അടിമകളായവരുടെ അവസ്ഥ അപ്പോസ്തലൻ പൗലോസ് വളരെ വ്യക്തമായി വിശദീകരിക്കുന്നു. പൗലോസ് ദുഃഖത്തോടെ വെളിപ്പെടുത്തുന്നത് അവരുടെ ജീവിതത്തിന്റെ ലക്ഷ്യവും പ്രവൃത്തികളും ദൈവത്തെ ചുറ്റിപ്പറ്റിയല്ല, മറിച്ച് അവരുടെ സ്വന്തം ആഗ്രഹങ്ങളെയും ലോകീയ മോഹങ്ങളെയും ചുറ്റിപ്പറ്റിയാണെന്നുമാണ്. ദൈവവചനം അവരുടെ അന്ത്യം നാശമാണെന്ന് മുന്നറിയിപ്പ് നൽകുന്നു. എങ്കിലും ലോകത്തിന്റെ മായയാൽ അവരുടെ കണ്ണുകൾ മറച്ചു പിടിച്ചിരിക്കുന്നതിനാൽ അവരുടെ വഴി നാശത്തിലേക്കാണ് നയിക്കുന്നത് എന്നത് അവർക്കറിയാതെ അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ലോകത്തിലെ എല്ലാം ശരീരത്തിന്റെ മോഹവും കണ്ണുകളുടെ മോഹവും ജീവന്റെ അഭിമാനവും പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്നാണ്. ഇവയെല്ലാം പാവത്തെയും ലോകീയ സമ്പത്തുകളിലേക്കുള്ള ആഗ്രഹത്തെയും മധുരമായി പ്രദർശിപ്പിക്കുകയും അതിൽ ലഭിക്കുന്ന സന്തോഷം യഥാർത്ഥ സുഖമാണെന്ന് ഒരാളെ വിശ്വസിപ്പിക്കുകയും ചെയ്യും. അതിനാൽ ദൈവവചനം വ്യക്തമായി മുന്നറിയിപ്പ് നൽകുന്നത് മുഴുവൻ ലോകവും ദുഷ്ടന്റെ നിയന്ത്രണത്തിലാണ് എന്നതാണ്. അതിനാലാണ് ദൈവവചനം നമ്മോട് ഉപദേശിക്കുന്നത്, ലോകത്തെയും ലോകത്തിലെ വസ്തുക്കളെയും സ്നേഹിക്കരുത്. ഈ ലോകീയ ആഗ്രഹങ്ങൾ നമ്മെ ദൈവത്തോട് അടുക്കാൻ തടസ്സം സൃഷ്ടിക്കുകയും ദൈവത്തെ പിന്നിലാക്കുകയും ലോകത്തെ മുന്നിൽ കൊണ്ടുവരികയും ചെയ്യുന്നു. സാത്താൻ നിങ്ങളോട് പറയുന്ന ഏറ്റവും വലിയ കള്ളെന്താണ്? അത് ഇനിയും സമയമുണ്ട് എന്നതാണ്. നീ പിന്നീട് അതിനെ പരിഗണിക്കാം, ഇപ്പൊ അതിനൊരു അത്യാവശ്യമില്ല. ലോകം നമ്മെ ഒറ്റത്തവണയെ തന്നെ പിന്നോട്ട് വലിക്കാറില്ല. അതുകൊണ്ടാണ് നമ്മൾ എളുപ്പത്തിൽ വഞ്ചിക്കപ്പെടുന്നത്. ലോകം ആദ്യം നമ്മുടെ ചിന്തകളിലും മനസ്സിലും പ്രവേശിക്കുന്നു. പിന്നീട് ലോകം നമ്മെ ചിന്തിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളാക്കി മാറ്റുന്നു. ഈ ആഗ്രഹം പിന്നീട് നമ്മെ ചില ശീലങ്ങളിലേക്ക് നയിക്കുകയും അവസാനം ലോകത്തിന്റെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു. അവസാനത്തില് നമ്മുടെ ജീവിതം ദൈവത്തെയും ദൈവത്തിന്റെ കാര്യങ്ങളെയും ആത്മീയ വിഷയങ്ങളെയും അവഗണിക്കുന്നതായിത്തീരുന്നു. അതിനാല് പലപ്പോഴും നമുക്ക് പ്രാർത്ഥിക്കാൻ, തിരുവെഴുത്ത് വായിക്കാൻ, ചിലപ്പോൾ ആരാധനയിൽ പോലും പങ്കെടുക്കാൻ സമയം കിട്ടുന്നില്ലെന്ന് കാണാം. നമ്മുടെ മനസ്സ് വിശുദ്ധിയേക്കാള് ലോകസൗഖ്യങ്ങൾക്കും ലോകത്തിലൊരു സ്ഥാനത്തിനും എങ്ങനെയെങ്കിലും പണം സമ്പാദിക്കാനുള്ള ആഗ്രഹത്തിനുമാണ് കൂടുതൽ ആകർഷിക്കപ്പെടുന്നത്. ദൈവത്തിന്റെ ചോദ്യം ഇന്ന് നമ്മോട് വരുന്നു: നീ ദൈവത്തെ സത്യമായി സ്നേഹിക്കുന്നുവോ, അല്ലെങ്കിൽ ലോകത്തെയോ? നീ ഇപ്പോഴും പിന്നീട് നോക്കാമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണോ, അല്ലെങ്കിൽ ദൈവവചനത്തിനനുസരിച്ച് ഇന്ന് തന്നെ നീ എന്തെങ്കിലും മാറ്റാൻ തയ്യാറാണോ? ദുഷിച്ച മനസ്സുള്ളവരും സത്യദ്വാനനുമായ മനുഷ്യരുടെ വ്യർത്ഥമായ വാദപ്രതിവാദങ്ങൾ ഇവയാണ്. അവർ ദൈവഭക്തി ആദായമാർഗമാണെന്ന് കരുതുന്നു. അത്തരക്കാരെന്ന് പിങ്ങോര്. 1 തിമോത്തി 6:5. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ.